2020 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ അഫ്ഗാന് ജയം. 21 റൺസിനാണ് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, അഫ്ഗാന്റെ ഒരു അട്ടിമറി ജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്നെ അഫ്ഗാനിസ്ഥാന് ഓസ്ട്രേലിയയ്ക്ക് പോലൊരു വലിയ ടീമിനെ ഒരു തീരെ പ്രതീക്ഷകളില്ലാതെ ഇറങ്ങിയ തോറ്റാൽ ഈ കളിയിൽ നിന്ന് തന്നെ പുറത്താകുന്ന ഒരു അവസരത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഈ ജയം നേടിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്നെ ഓസ്ട്രേലിയക്കെതിരെ അഫ്ഗാനിസ്ഥാൻ്റെ ആദ്യ ജയം കൂടിയാണിത്. 21 റൺസിനാണ് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. വെസ്റ്റ് ഇൻഡീസിലെ ആർണോസ്വെയിൽ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ വെച്ച് ടോസ് നേടിയ ഓസ്ട്രേലിയ ബൗളിംഗ് തിരഞ്ഞെടുത്ത് അഫ്ഗാനിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. എന്നാൽ വളരെ മികച്ച ഒരു ഓപ്പണിംഗ് ആണ് അഫ്ഗാനിസ്ഥാന് ലഭിച്ചത്. ഓപ്പണർമാരായ റഹ്മാനുള്ള ഗുർബാസും ഇബ്രാഹിം സിദ്ധാനും ചേർന്ന് 118 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. ആദ്യ വിക്കറ്റ് നഷ്ടമാകുമ്പോഴേക്കും തന്നെ 118 റൺസ് ഇവർ നേടിയിരുന്നു. അതിൽ തന്നെ 60 റൺസ് എടുത്ത് ഗുർബസും 51 റൺസ് എടുത്ത് ആണ് സദ്രാനും പുറത്താകുന്നത്. അതിനുശേഷം വന്നവരും വളരെ കൺസിസ്റ്റൻ്റ് ആയ ഒരു കളി തന്നെയാണ് കാഴ്ചവെച്ചത്. എല്ലാവരും ഒരു സ്ഥിരതയോടെ തന്നെ കളിച്ചെങ്കിലും അവസാന ഓവറുകളിൽ എത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാന് വളരെ വലിയൊരു വിക്കറ്റ് വീഴ്ച നേരിടേണ്ടി വന്നു. അതോടുകൂടിയാണ് ഒരു 148 എന്ന സ്കോറിലേക്ക് ഒതുങ്ങേണ്ടി വന്നത്. ആദ്യ ഓവറുകളിൽ കളി പോയ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലും വലിയൊരു സ്കോറിലേക്ക് അഫ്ഗാനിസ്ഥാൻ എത്തേണ്ടതായിരുന്നു. വളരെ മികച്ചൊരു ഓപ്പണിംഗ് ലഭിച്ചിരുന്നു. എങ്കിലും അവസാന ഓവറുകളിലെ ആ ഒരു പിന്നോട്ട് പോക്കാണ് അഫ്ഗാനിസ്ഥാനെ മികച്ചൊരു സ്കോറിലേക്ക് എത്താൻ കഴിയാതിരുന്നത്. ഇതോടുകൂടി അഫ്ഗാനിസ്ഥാൻ്റെ വിജയപ്രതീക്ഷകൾക്ക് ചെറിയൊരു മങ്ങലേറ്റിരുന്നു. പ്രത്യേകിച്ചും 148 എന്നൊരു റൺസിലേക്ക് ഒതുങ്ങിയപ്പോൾ. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് ഈ ഒരു ലക്ഷ്യം പിന്തുടരാൻ കഴിഞ്ഞില്ല എന്നതാണ് അവർക്ക് തിരിച്ചടിയായത്. കളി ആരംഭിച്ചപ്പോൾ തന്നെ നവീനുൽ ഹക്ക് ട്രാവിസ് ഹെഡിനെ പുറത്താക്കിയതോടെ ഓസ്ട്രേലിയ വൻ സമ്മർദ്ദത്തിലായി. അതിന് പിന്നാലെ വന്ന മിച്ചൽ മാർഷ് ആയാലും വാർണർ ആയാലും ഒരു പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ക്രീസിലൊരു പിടിച്ചു നിൽക്കാൻ കഴിയാതെ തന്നെ പുറത്തായി. അതിൽ മിച്ചൽ മാർഷിന് മാത്രമാണ് 11 എന്നൊരു റൺസെങ്കിലും എടുക്കാനായത്. ഇത്തരത്തിൽ ആദ്യ ഓവർ മുതൽക്കേ ഒരറ്റത്ത് നിന്ന് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 32 എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് വന്ന കളിക്കാരെയും വലിയ സമ്മർദ്ദത്തിലാക്കി. ആ സമ്മർദ്ദം ഇവരുടെ കളിയിലും കാണാൻ കഴിയുമായിരുന്നു. ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോൾ ഗ്ലെൻ മാക്സ്വെൽ മാത്രമാണ് കുറച്ചെങ്കിലും ഓസ്ട്രേലിയയെ ഒരു ചെറിയൊരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചത്. 59 റൺസ് എടുത്ത് മാക്സ്വെല്ലും പുറത്തായതോടെ ഓസ്ട്രേലിയയുടെ വിജയപ്രതീക്ഷകൾ പൂർണ്ണമായും മങ്ങുകയായിരുന്നു. 148 എന്ന ഒരു വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയ്ക്ക് 127 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. 6 വിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ 148 റൺസ് അടിച്ചുകൊണ്ട് ഓവർ തികച്ചപ്പോൾ ഓസ്ട്രേലിയ 127 വീണു പോവുകയായിരുന്നു. എന്തായാലും ഇതോടുകൂടി ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകൾക്ക് മങ്ങലേൽക്കുകയും അതേസമയം അഫ്ഗാനിസ്ഥാൻ സെമി സാധ്യത കൂടുതൽ സജീവമാക്കി നിലനിർത്തുകയുമാണ് ചെയ്തത്. അഫ്ഗാനിസ്ഥാൻ്റെ ഇനിയുള്ള മത്സരം ബംഗ്ലാദേശിനോടാണ്, ഓസ്ട്രേലിയയുടേത് ഇന്ത്യയോടാണ്. ഏകദിന ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച ഓസ്ട്രേലിയയ്ക്ക് ആ ഒരു ആവേശത്തോടു കൂടി, അതല്ലെങ്കിൽ അന്ന് ഇതേ ടീമിനെതിരെ കളിച്ച് ജയിച്ചതിന് ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് പോലും അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയിൽ തോൽപ്പിക്കാനായി എന്നത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കളിയിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. അതേസമയം ഈ തോൽവി ഓസ്ട്രേലിയയെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയോടുള്ള മത്സരം ജയിച്ചാൽ മാത്രം പോരാ ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും മത്സരത്തിൻ്റെ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകൾ സജീവമാകണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ അടുത്ത ഒരു മത്സരം എന്ന് പറയുന്നത് വലിയ സമ്മർദ്ദത്തിനു മേലായിരിക്കും. ഈ എല്ലാ ഘടകങ്ങളും അവർക്ക് അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകളെക്കുറിച്ച് എന്തെങ്കിലും പ്രവചിക്കാൻ കഴിയൂ. ഭദ്ര.